പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ റസൽമീനിയ 41 ആദ്യ ദിവസത്തെ റിവ്യൂ ആണ്. അപ്പോൾ റസൽമീനിയ 41 ആരംഭിക്കുന്നത് WWE ചീഫ് കണ്ടന്റ് ഓഫീസറായ ഹോൾ ഓഫ് ഫെയിമറായ ട്രിപ്പിൾ എച്ചിൻ്റെ ചെറിയൊരു സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് റസൽമീനിയയിലേക്ക് ആരാധകരെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ട്രിപ്പിൾ എച്ചിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് കണ്ടതിന് ശേഷം നമുക്ക് ആദ്യ മത്സരമായി കാണാൻ സാധിച്ചത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ഗിന്ദർ ജെ ഊസോയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ഒരു പോക്ക് നമുക്ക് തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത് ഗിന്ദറിന് അനുകൂലമായിട്ടാണ്. ഗിന്ദർ കുറേയധികം ചോപ്പ് ജെ ഊസോയ്ക്കെതിരെ ചെയ്യുന്നുണ്ട്. ജെ ഊസോയും തിരിച്ചടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ജെ ഊസോ കുറച്ച് പുതിയ മൂവ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതായത് ജർമ്മൻ സുപ്ലെക്സ് അതുപോലെയുള്ള മൂവ്സ് ഇപ്പോൾ പവർ ബോംബ് അടക്കം ജെ ഊസോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ഇതെല്ലാം ഗിന്ദർ യൂസ് ചെയ്യുന്ന മൂവ്സാണ്. അപ്പോൾ ഗിന്ദറിൻ്റെ മൂവ്സ് ഗിന്ദറിനെതിരെ തന്നെ ജെ ഊസോ യൂസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മത്സരത്തിൽ ജെ ഊസോ വിജയിക്കുന്ന ഒരു മൊമെൻറ്റിലേക്ക് എത്തുന്നത് 3 ഊസോ സ്പ്ലാഷ് എന്ന് പറയുന്ന ആ ഒരു ഫിനിഷർ ഗിന്ദറിനെതിരെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗിന്ദറിനെ തന്നെ സബ്മിഷനായ ആ സബ്മിഷൻ അത് ഗിന്ദറിനെതിരെ പ്രയോഗിക്കുന്നതും അവിടെ ഗിന്ദർ പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യപ്പെടുന്നതും അതിലൂടെയാണ് ജെ ഊസോയ്ക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ജെ ഊസോ റസൽമീനിയ 41 ആദ്യ സർപ്രൈസ് നമുക്ക് സമ്മാനിച്ചു. ജെ ഊസോ പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതാണ് കാണാൻ സാധിച്ചത്. മത്സരം അതിഗംഭീരമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. നമ്മൾ ഇതുവരെ ജെ ഊസോയുടെ മത്സരങ്ങളിലൊക്കെ കണ്ട ഒരു പ്രകടനം മാത്രമാണ് ജെ ഊസോയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. 1-2 പുതിയ മൂവ്സ് അദ്ദേഹം ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു മത്സര വിജയത്തിന് ശേഷം ജിമ്മി ഊസോയുമായിട്ട് ജെ ഊസോ സെലിബ്രേറ്റ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. രണ്ടാമത്തെ മത്സരം WWE വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ വാർ റൈഡേഴ്സ് ന്യൂ ഡേ എന്ന് പറയുന്ന ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൻ്റെ തുടക്കം മുതൽ ഒരു മധ്യഭാഗം വരെ മത്സരം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വാർ റൈഡേഴ്സ് എന്ന് പറയുന്ന ടീമായിരുന്നു. അവരുടെ ടാഗ് ടീം മൂവ്സ് ആയിരുന്നു നമുക്ക് ഈ മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചത്. ന്യൂ ഡേയുടെ ആ ഒരു ട്രിക്ക് അവർ എങ്ങനെയെങ്കിലും മത്സരത്തിൽ ഒരു മേധാവിത്വം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണ് ന്യൂ ഡേക്ക് മത്സരത്തിൽ ചെറിയൊരു മേധാവിത്വം നേടിക്കൊടുക്കുന്നത്. മത്സരം പെട്ടെന്ന് അവസാനിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. ന്യൂ ഡേ വിജയിക്കാൻ സാധ്യത കൂടുതലുള്ളതായിരുന്നു. പ്രൊഡിക്ഷൻ വീഡിയോയിലും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് മത്സര റിസൾട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ന്യൂ ഡേയുടെ ഈ ഒരു വിജയ രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള ഒരു വിജയമല്ല. അതുകൊണ്ട് തന്നെ വാർ റൈഡേഴ്സിൻ്റെ ഒരു റീമാച്ച് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. അതായത് വാർ റൈഡേഴ്സിലെ ഐവാറിൻ്റെ ആ ഒരു കാല് പിടിച്ച് വെക്കുന്നതും ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് പിൻഫോളിലൂടെ ന്യൂ ഡേ ടീം വിജയിക്കുന്നതുമായിട്ടാണ് അവർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വിജയിച്ചു തന്നെ ന്യൂ ഡേ ടീം ആ ഒരു ടൈറ്റിൽ എടുത്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് ഓടിപ്പോകുന്നതായിട്ടും കാണാൻ സാധിച്ചു. അപ്പോൾ ഇനി വരുന്ന റോയിലും ഈ 2 ടീം തമ്മിലുള്ള സ്റ്റോറി മുന്നോട്ട് പോകും എന്നുള്ളതും കൃത്യമായി റസൽമീനിയ 41 രണ്ടാമത്തെ മത്സരത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. മൂന്നാമതായി കാണാൻ സാധിച്ച മത്സരം ജേഡ് കാർഗിൽ വേഴ്സസ് നയോമി തമ്മിലുള്ള 1-on-1 മത്സരമായിരുന്നു. ജേഡ് കാർഗിലിൻ്റെയും നയോമിയുടെയും സ്റ്റോറി നല്ല രസമായിട്ടായിരുന്നു അവർ സ്മാക്ഡൗണിൽ ബിൽഡ് ചെയ്ത് റസൽമീനിയ 41 മാച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ സ്റ്റോറി ലൈനിൽ ലഭിച്ച ഒരു ബിൽഡപ്പ് മത്സര പ്രകടനത്തിൽ ഇരു റെസ്ലേഴ്സും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു മോശപ്പെട്ട പ്രകടനമായിരുന്നു 2 പേരുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചത്. മത്സരത്തിൻ്റെ അവസാന നിമിഷം 2-3 കിടിലൻ മൂവ്സ് ചെയ്തു എന്നുണ്ടെങ്കിൽ മറ്റൊന്നും എടുത്തു പറയാനില്ല നമുക്ക് ഈ ഒരു മത്സരത്തിൽ. സ്റ്റോറി ലൈൻ പ്രകാരം പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും മത്സര പ്രകടനത്തിൽ ഇരു റെസ്ലേഴ്സും കൊടുത്തിട്ടില്ല. ജേഡ് കാർഗിൽ വിജയിക്കുമെന്നുള്ള ആ ഒരു പ്രൊഡിക്ഷൻ ശരിവെക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ക്ലീനായി പിൻഫോളിലൂടെ നയോമിയെ പരാജയപ്പെടുത്തുന്ന ജേഡ് കാർഗിലിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ പങ്കുവെച്ച 3 മത്സരങ്ങളെ സംബന്ധിച്ച് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഉറക്ക ഗുളിക എന്ന് തന്നെ പറയേണ്ടി വരും. റസൽമീനിയ 41 ആദ്യ 3 മത്സരങ്ങളും ഭയങ്കര സ്ലോ ആയിട്ടും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള റിസൾട്ടുകൾ മാത്രമാണ് സമ്മാനിച്ചത്. സർപ്രൈസ് ആയിട്ടുള്ള യാതൊരുവിധ എലമെൻറ്റും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ റസൽമീനിയ എന്ന് പറയുന്ന ബിഗ്ഗസ്റ്റ് ഷോയുടെ റസൽമീനിയ എന്നുള്ള ഒരു പേര് കെടുത്താതെ നിർത്തിയ മത്സരങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ LA Knight നമ്പർ 1 കണ്ടന്ററായ ജേക്കബ് ഫാറ്റുവിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത മത്സരമായിരുന്നു. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്നെ സംബന്ധിച്ച് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. കാരണം LA Knight ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സോളോ സിക്കോവയുടെ ഒരു ഇടപെടൽ മത്സരത്തിൻ്റെ അവസാനം വരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് മത്സരത്തിൽ കാണാൻ സാധിച്ചില്ല. യഥാർത്ഥത്തിൽ തുടക്കത്തിലെ 3 മത്സരങ്ങൾ മാറ്റി നിർത്തിയാൽ ഏറ്റവും കിടിലമായിട്ടുള്ളൊരു പ്രകടനം നമുക്ക് റസൽമീനിയ 41 തുടക്കത്തിൽ കാണാൻ സാധിക്കുന്നത്
വന്നത് ഈ ഒരു മത്സരത്തിലായിരുന്നു. LA നൈറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജേക്കബ് ഫാറ്റുവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കിടിലൻ പെർഫോമൻസ് കാണാൻ സാധിച്ചു. ടോപ്പ് റോപ്പിൻ്റെ മുകളിൽ നിന്നുള്ള കിടിലൻ മൂവ്സ് ജേക്കബ് ഫാറ്റുവിൻ്റെ ഭാഗത്തു നിന്ന് പതിയെ പോലെ ഉണ്ടായിരുന്നു. LA നൈറ്റിൻ്റെ ഭാഗത്തു നിന്നും സുപ്ലക്സ് അടക്കമുള്ള മൂവ്സും കാണാൻ സാധിച്ചു. ജേക്കബ് ഫാറ്റുവിൻ്റെ ആ ഒരു വിജയം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. ജേക്കബ് ഫാറ്റു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആകുന്നതോടുകൂടി അനുവായി ഫാമിലിയിലേക്ക് ആ ഒരു ടൈറ്റിൽ തിരികെ വരുന്നു, അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പുകൾ തിരികെ വരുന്നു എന്നുള്ളൊരു സ്റ്റോറി അവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. എന്തായാലും ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിന് ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കാൻ സാധ്യതയുണ്ട്. സോളോ സിക്കോവ, ജേക്കബ് ഫാറ്റു തുടങ്ങിയവർക്കിടയിൽ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങൾ അതിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും ജേക്കബ് ഫാറ്റു വന്ന ഉടനെ തന്നെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു സിംഗിൾസ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എത്രത്തോളം മികച്ചതാണ് എന്നുള്ളതിന് അടിവര ഇടുന്നത് കൂടിയിട്ടാണ്. എന്തായാലും കിടിലമായിട്ടുള്ളൊരു മത്സരം റസൽമേനിയ 41 കാണാൻ സാധിച്ചത് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലൂടെയായിരുന്നു. അഞ്ചാമതായി കാണാൻ സാധിച്ചത് എൽ ഗ്രാൻഡെ അമേരിക്കാനോ വേഴ്സസ് റേ ഫെനിക്സ് തമ്മിലുള്ള സിംഗിൾസ് മത്സരമായിരുന്നു. റേ മിസ്റ്റീരിയോയ്ക്ക് ഇക്കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഇഞ്ചുറി പറ്റിയതുകൊണ്ട് തന്നെ റേ മിസ്റ്റീരിയോയുടെ പകരക്കാരനായിട്ടായിരുന്നു റേ ഫിനിക്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. റേ ഫിനിക്സിൻ്റെയും എൽ ഗ്രാൻഡെ അമേരിക്കയുടെയും മത്സരം അതികിടിലൻ തന്നെയായിരുന്നു. രണ്ടുപേരും നല്ല ഹൈ ഫ്ലൈയിങ് മൂവ്സ് തന്നെയാണ് കാഴ്ചവെച്ചത്. എൽ ഗ്രാൻഡെ അമേരിക്കാനോ ഇതിന് മുൻപുള്ള മത്സരങ്ങളിലൊക്കെ എങ്ങനെയാണ് വിജയിച്ചത്, ആ ഒരു മെറ്റൽ പ്ലേറ്റ് മാസ്കിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് അത് യൂസ് ചെയ്തിട്ട് വിജയിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു മത്സരത്തിലും അവർ എടുത്തിട്ടുള്ളത്. ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ട് റേ മിസ്റ്റീരിയോയ്ക്കെതിരെയുള്ള മത്സരത്തിൻ്റെ ആ ഒരു എൻഡിങ് അതും ഇങ്ങനെ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൽ ഗ്രാൻഡെ അമേരിക്കാനോ റേ മിസ്റ്റീരിയോയും ചീറ്റ് ചെയ്ത് വിജയിക്കുന്ന അതേ ഒരു എൻഡിങ് ആയിരുന്നു അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് റേ ഫിനിക്സിനെതിരെ യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി തുടർന്നുള്ള വീക്ക്ലി എപ്പിസോഡുകളിലും എൽ ഗ്രാൻഡെ അമേരിക്കാനോ അതുപോലെ തന്നെ റേ മിസ്റ്റീരിയോയുടെ ടീം ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി ഇനി മുന്നോട്ട് പോകും എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. റേ ഫിനിക്സ് വന്ന് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ റസൽമേനിയ പോലെ ഒരു ബിഗസ്റ്റ് ഷോയിൽ സ്പോട്ട് കിട്ടുന്നു എന്ന് പറയുമ്പോൾ താരത്തിൽ ട്രിപ്പിൾ എച്ചിന് നല്ലൊരു വിശ്വാസമുണ്ട് എന്നുള്ളൊരു അർത്ഥം കൂടി നൽകുന്നുണ്ട്. ആറാമത്തെ മത്സരം WWE വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ 2025 വുമൻസ് റോയൽ റംബിൾ വിജയിച്ച ഷാർലറ്റ് ഫ്ലെയറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം. ഈ മത്സരത്തിൽ കിടിലൻ പെർഫോമൻസ് രണ്ടുപേരുടെയും ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതിൽ ഉപരി ഈ മത്സരത്തിൻ്റെ ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് റെസ്ലേഴ്സ് തമ്മിൽ പേഴ്സണലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ പേഴ്സണൽ ഇഷ്യൂസ് റസൽമേനിയ പോലെയുള്ള ബിഗസ്റ്റ് ഷോയിലെ ഇവരുടെ മത്സരത്തിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നത്. മെയിൻ ഈവൻ്റായിട്ട് വന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു മത്സര പ്രകടനം ഇരു റെസ്ലേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. കാരണം ടിഫനി സ്ട്രാറ്റൻ്റെ ഭാഗത്തു നിന്നായാലും ഷാർലറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും അവർ മൂവ്സൊക്കെ മറന്നു പോയിട്ട് മൂവ്സ് ചെയ്യാൻ വേണ്ടി കുറേയധികം അഡ്ജസ്റ്റ്മെൻറ്റ് എടുക്കുന്നതായിട്ട് മത്സരത്തിൽ ഉടനീളം കാണാൻ സാധിച്ചു. ഷാർലറ്റിൻ്റെ ഇഞ്ചുറി പറ്റിയ കാലിന് പിന്നെയും ചില രീതിയിലുള്ള പരിക്കുകൾ നേരിട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യവും ഈ മത്സരത്തിൽ കാണുമ്പോൾ എനിക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഷാർലറ്റ് കാലിന് വേദനയുള്ളതുപോലെയൊക്കെ മത്സരത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും മത്സരത്തിൻ്റെ സൈക്കോളജി ആയിരുന്നില്ല, മത്സരത്തിൽ പറഞ്ഞു പോയ സ്റ്റോറി ആയിരുന്നില്ല. റിയൽ ആയിട്ട് ഒരു പരിക്ക് താരത്തിന് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ടിഫനി സ്ട്രാറ്റൻ ഷാർലറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കുറേയധികം പേര് ഷാർലറ്റ് പുതിയ ചാമ്പ്യൻ ആകുമെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോയിൽ ഞാൻ ടിഫനിയായിരുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തന്നെയാണ് മത്സര റിസൾട്ടുമായിട്ട് കാണാൻ സാധിച്ചത്. ടിഫനിയുടെ ഈ ഒരു വിജയം താരത്തിൻ്റെ കരിയറിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച മൊമെൻറ്റുകളിൽ ഒന്നാണ്. കാരണം മെയിൻ റോസ്റ്ററിലേക്ക് വന്നിട്ട് അല്ലെങ്കിൽ റെസ്ലിംഗ് കരിയർ ആരംഭിച്ചിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ. ആ താരം റസൽമേനിയയിൽ ഷാർലറ്റിനെ പോലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലെവലിൽ നിൽക്കുന്ന ഒരു വുമൺ റെസ്ലറിനെ പരാജയപ്പെടുത്തി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ പരം മറ്റൊരു അച്ചീവ്മെൻറ്റ് താരത്തിന് ഇനി ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തിയിട്ടുണ്ട്. എന്തായാലും ടിഫനിക്ക് ഇനി വരുന്നത് പുതിയ എതിരാളികളായിരിക്കും എന്നുള്ളതും ഈ റിസൾട്ടിലൂടെ കാണിച്ചു തരുന്നു. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് റസൽമേനിയ 41 ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻ്റ് മത്സരമാണ്. മെയിൻ ഇവൻറ്റിൽ ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോമൻ റെയിൻസ് വേഴ്സസ് സെത്ത് റോളിൻസ് വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള ട്രിപ്പിൾ ത്രെറ്റ് മത്സരം. ആദ്യം സെത്ത് റിങ്ങിലേക്ക് വരുന്നു, തുടർന്ന് റോമൻ റെയിൻസ് വരുന്നു. റോമൻ റെയിൻസിൻ്റെ കഴുത്തിൽ ഉലാഫാലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിറകെ CM പങ്കിൻ്റെ കൂടെ പോൾ ഹേമനും ആ ഒരു റിങ്ങിലേക്ക് വരുന്നു. CM പങ്ക് പോൾ ഹേമിൻ്റെ ഒപ്പം വന്നപ്പോൾ റോമൻ റെയിൻസ് നഷ്ടബോധം കൊണ്ടാണോ ദേഷ്യം കൊണ്ടാണോ പോൾ ഹേമിനെ കുറേയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പോൾ ഹേമന് കണ്ണു കൊടുക്കാതെ ഇരിക്കാനും റോമൻ റെയിൻസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഉലാഫാലയൊക്കെ ഇങ്ങനെ കഴുത്തിൽ നിന്ന് അഴിച്ചു വെക്കുന്ന ഒരു സമയത്ത് പോൾ ഹേമിനെ വിളിച്ച് പോൾ ഹേമിൻ്റെ കയ്യിലേക്ക് റോമൻ റെയിൻസ് കൊടുക്കുമോ എന്നുള്ളൊരു രീതിയിൽ കുറച്ച് നിമിഷങ്ങൾ ഇരുവരും നോക്കി നിൽക്കുന്ന ഒരു മൊമെൻ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മത്സരത്തിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിന് ലഭിക്കാവുന്ന എല്ലാ പ്രിവിലേജും ഈ ഒരു മത്സരത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ റോമൻ റെയിൻസ് 1-2 മൂവ്സ് ചെയ്തു. അതിനുശേഷം റോമൻ റെയിൻസിനെ ഒന്ന് അടിച്ചിട്ടതിന് ശേഷം CM പങ്കും സെത്ത് റോളിൻസും ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ടൊരു ഫൈറ്റ് ഉണ്ടാക്കുന്നു. അവിടെ ട്രാഷ് ക്യാനൊക്കെ ഉപയോഗിച്ച് പരസ്പരം ആക്രമിച്ച്
ആരംഭിച്ചതിന് ശേഷം റിങ്ങിലേക്ക് തിരിച്ചു വരുന്നു. ഇതിനിടയിൽ റോമൻ റെയിൻസിൻ്റെ ഒരു ഫ്ലൈയിങ് മൂവ് കിടലമായിട്ട് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് റിങ്ങിലേക്ക് വന്നതിന് ശേഷം റോമൻ റെയിൻസ് 1-2 മൂവ്സും ചെയ്ത് മത്സരം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് CM പങ്ക് അദ്ദേഹത്തിൻ്റെ 1-2 മൂവ്സൊക്കെ ചെയ്തിട്ട് മത്സരം അദ്ദേഹത്തിൻ്റെ പരിധിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സെത്ത് റോളിൻസ് ബക്കിൾ ബോംബ് എന്ന് പറയുന്ന മൂവ് ചെയ്ത് റോമൻ റെയിൻസിനെയും സെത്തിനെയും ആക്രമിച്ച് മത്സരം അദ്ദേഹത്തിൻ്റെ പരിധിയിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവരുടേതായിട്ടുള്ള മെയിൻ മൂവ്സൊക്കെ ചെയ്ത് ഓരോരുത്തരും ഓരോ സമയം മത്സരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഏറ്റെടുക്കുന്ന ഒരു സമയത്ത് മത്സരത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് റോമൻ റെയിൻസും സെത്ത് റോളിൻസും കൂടിയിട്ട് CM പങ്കിനെ ആക്രമിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതായത് CM പങ്ക് ഔട്ട്സൈഡറാണ്, അവന് ക്യാൻസറാണ്, അവന് ഇതിൽ യാതൊരുവിധ റോളും ഇല്ല. അപ്പോൾ നമുക്ക് ഇവനെ ആക്രമിക്കാം, ഇവനെയാണ് നമുക്ക് ആക്രമിക്കേണ്ടത് എന്നുള്ള സെത്ത് റോമനോട് പറഞ്ഞിട്ട് CM പങ്കിനെ ആക്രമിക്കാൻ റോമനെ സെത്ത് വിളിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഷീൽഡിൻ്റെ ട്രിപ്പിൾ പവർ ബോംബ് ഈ 2 പേരും ചേർന്ന് CM പങ്കിനെതിരെ യൂസ് ചെയ്യുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെന്നുണ്ടെങ്കിലും റോമൻ റെയിൻസ് സെത്തിനെ ആക്രമിച്ചു. എന്നിട്ട് നിൻ്റെ സഹായം എനിക്ക് വേണ്ട, എനിക്ക് ഒറ്റക്കാലിൽ നൽകാൻ സാധിക്കും എന്നുള്ളത് കാണിച്ചു തരുന്ന രീതിയിൽ CM പങ്കിനെയും സെത്ത് റോളിൻസിനെയും വ്യത്യസ്ത കമൻറ്റേഴ്സ് ടേബിളിലേക്ക് റോമൻ റെയിൻസ് പവർ ബോംബ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം ഈ 2 റെസ്ലേഴ്സിനെയും റിങ്ങിലേക്ക് 8 പിൻഫോളിലൂടെ വിജയം കരസ്ഥമാക്കാൻ ശ്രമിച്ചെങ്കിലും അത് അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ സബ്മിഷനായ ഗില്ലറ്റിൻ ഉപയോഗിച്ചു എന്നുണ്ടെങ്കിലും അവിടെയും റോമൻ റെയിൻസിന് വിജയം നേടിയെടുക്കാൻ സാധിച്ചില്ല. അവസാനം ഈ 3 പേരും ഒരേ സമയത്ത് അവരുടെ ഫിനിഷറൊക്കെ ചെയ്ത് 3 പേരും റിങ്ങിൽ കിടക്കുന്ന ഒരു സമയത്താണ് പോൾ ഹേമൻ സ്റ്റീൽ ചെയർ എടുത്തിട്ട് ആ റിങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ റോമനാണോ പങ്കിനാണോ ഒരു ചെയർ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാക്കിയിട്ട് എന്നിട്ട് പങ്കിൻ്റെ കയ്യിലേക്ക് ആ ഒരു ചെയർ പോൾ ഹേമന് കൊടുക്കുന്നു. എന്നിട്ട് റോമൻ റെയിൻസിനോട് നിനക്കല്ല, അത് അവനാണെന്ന് പറയുന്നു. എന്നിട്ട് റോമനെ ആക്രമിക്കാൻ പങ്കിനോട് ആവശ്യപ്പെടുന്നു. പങ്ക് ആക്രമിക്കാൻ പോകുന്ന സമയത്ത് പങ്കിനെ ലോ ബ്ലോ കൊടുത്തുകൊണ്ട് പോൾ ഹേമൻ ചതിക്കുന്നു. എന്നിട്ട് റോമൻ റെയിൻസിനോട് പങ്കിനോട് ആക്രമിക്കാൻ പറയുന്നു. റോമൻ റെയിൻസ് സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. ഇതേ സമയത്ത് പങ്ക് ഇങ്ങനെ അടികൊണ്ട് കിടക്കുന്ന സമയത്ത് റോമനോട് സെത്തിനെ ആക്രമിക്കാൻ പറയുന്നു. അതും കറക്റ്റ് റോമനെയൊക്കെ പിറകിലൂടെ സെത്ത് അടിച്ച ആ ഒരു പൊസിഷൻ തന്നെ സെത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആക്രമിക്കാൻ പറയുമ്പോൾ ചെയർ എടുത്ത് അങ്ങോട്ടേക്ക് തിരിയുന്ന സമയത്ത് പോൾ ഹേമൻ റോമൻ റെയിൻസിനെയും ലോ ബ്ലോ ചെയ്തുകൊണ്ട് ചതിക്കുന്നു. എന്നിട്ട് സ്റ്റീൽ ചെയർ എടുത്ത് സെത്തിന് കൊടുക്കുന്നു. സെത്ത് സ്റ്റീൽ ചെയർ കൊണ്ട് റോമൻ റെയിൻസിനെ അടിക്കുന്നു. ഒറ്റ അടിയിൽ തന്നെ റോമൻ റെയിൻസ് വീഴുന്നു. കെർബ് സ്റ്റോംപ് കൊടുക്കുന്നു. കെർബ് സ്റ്റോംപിലൂടെ സെത്ത് റോളിൻസ് മത്സരത്തിൽ വിജയം കരസ്ഥമാക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം പോൾ ഹേമനും സെത്ത് റോളിൻസും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നതും അവർ ആ ഒരു റിങ് വിട്ട് നിൽക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പോൾ ഹേമൻ ഇനി സെത്തിൻ്റെ കൂടെയായിരിക്കും. ഇനി സെത്തും പോൾ ഹേമനും പൂർണ്ണമായി വില്ലന്മാരായിരിക്കും. ഇനി വില്ലത്തരങ്ങളുള്ള സെത്തിൻ്റെയും പോൾ ഹേമൻ്റെയും സ്റ്റോറി ആയിരിക്കും വീക്ക്ലി എപ്പിസോഡുകളിൽ ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുക. റോമൻ റെയിൻസിൻ്റെയും CM പങ്കിൻ്റെയും ഭാവി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. റസൽമേനിയ 41 ആദ്യ ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.